നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാലോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നോക്കാം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി വെക്കണം. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് പിന്നെയും നിങ്ങൾ ഇത് ഉണ്ടാക്കും. കാരണം അത്ര ടേസ്റ്റാണ് ഇതിന്. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ, പിന്നെ അതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുക. പിന്നെ വേണ്ടത് 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, പിന്നെ 1 ഉണക്കമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കളറും കുറച്ച് എരിവും കൂടെ കിട്ടും. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ മുളകിൻ്റെ അളവ് കുറക്കാം. 1 പകുതി പച്ചമുളകും പകുതി ഉണക്കമുളകും ചേർക്കാം. അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് തൈരാണ്. കുറച്ച് പുളിയുള്ള നല്ല സാദാ തൈര് അത് ഇതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫൈനായിട്ട് അരയേണ്ട, ഒരു കുറച്ച് തരിതരിപ്പോടുകൂടെ തന്നെ അരച്ചെടുക്കുക. ഭയങ്കരമായിട്ട് അരയണ്ട കേട്ടോ. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്. സവാള ചെറുതായിട്ട് നുറുക്കിയത്, അതും ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഞാൻ ആദ്യം സവാള ഇടാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും രണ്ടാമത് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം അരക്കണ സമയത്ത് തന്നെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം മാവിരിക്കാൻ വേണ്ടിയിട്ട്, അധികം അരിഞ്ഞു പോവണ്ട. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലല്ല, കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഞാനൊരു 1/4 കപ്പ് കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് റവക്ക് 1/2 കപ്പ് വെള്ളവും പിന്നെ അതേപോലെ തന്നെ 1/2 കപ്പ് തൈരുമാണ് നമ്മളിവിടെ ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇനി വേണ്ടത് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. ആദ്യം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് പോലും എടുക്കണില്ല നമ്മൾക്കിത് അരയ്ക്കാനും ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. ഒരു ദോശമാവിനേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൈസായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടേബിൾ സ്പൂണ് വെള്ളമാണ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ നന്നായി പതഞ്ഞു വരും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി അപ്പം ചുട്ടെടുക്കാം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർക്കണില്ല എങ്കിൽ ഇതേപോലെ അരച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ തുടങ്ങി 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. എന്നിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോഴും ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ അതേപോലെ തന്നെ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കയ്യിലുകൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സോസ് പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമ്മൾക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു വശം ഒന്ന് ഇതുപോലെ വരുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 വശവും നല്ല ക്രിസ്പി ആകുമ്പോൾ നമ്മൾക്ക് സ്റ്റവിൽ നിന്ന് മാറ്റാം. പിന്നെ ഓയിൽ ഇല്ലാതെയും ചെയ്യാം. കാരണം ഓയിൽ ഒഴിക്കാതെ ഇതേപോലെ തന്നെ മാവ് ഒഴിച്ചതിന് ശേഷം നമുക്കിങ്ങനെ തന്നെ ചുട്ടെടുക്കാം. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾക്ക് ബട്ടറോ ഗീയോ കുറച്ചുകൂടെ കൂടുതൽ ചേർത്തും ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ എപ്പോഴും പറയണ പോലെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടണം. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾക്ക് പുതിയ വിഭവങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.